OnePlus 11R ആണ് കയ്യിലുള്ളത്. ഒരു മാസമായിട്ട് യൂസ് ചെയ്ത് വരുന്നു. OnePlus 11 ഇറക്കിയ സമയത്ത് അവിടുത്തെ മാമാർ പറഞ്ഞു ഇന്ത്യക്കാർക്ക് ഒരു പുതിയ ഫോൺ ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതാണ് OnePlus 11R. OnePlus 11ഉം 11Rഉം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെസൽബ്ലാഡിൻ്റെ ബ്രാൻഡിങ് ആണ് ഇതിനകത്ത് നമുക്ക് നോട്ടീസബിൾ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിലിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഫീൽ രണ്ട് ഫോണിനും വ്യത്യസ്തമാണ്. ഓക്കെ, അത് ആദ്യമേ പറഞ്ഞു തുടങ്ങാം. ഇനി നമ്മൾ ബോഡി അല്ലെങ്കിൽ ഇതിൻ്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ബിൽഡിലാണ് കൊടുത്തിട്ടുള്ളത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. 204 ഗ്രാമാണ് 11Rൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് ഹാൻഡ്സ് ഓൺ ഫീൽഡ് ആൻഡ് ആ ഒരു നമുക്ക് കയ്യിൽ എത്രത്തോളം കംഫർട്ട് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എനിക്ക് ഒട്ടും കംഫർട്ട് കിട്ടുന്നില്ല. എനിക്കിതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ട് ഇക്ലിയാവും. എനിക്കത് എൻ്റെ കൈക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ടെക്സ്ചർ ഇക്ലിയാവും. അതെനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അതെൻ്റെ മാത്രം പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. ആൻഡ് എന്നാലും ഹാൻഡ്സ് ഓൺ ഫീൽ നമ്മൾ പറയുന്ന സമയത്ത് സൈസുള്ള ഫോണാണെങ്കിൽ പോലും സ്ലിം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കർവ് നന്നായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല കംഫർട്ട് ആയിട്ടുള്ള കർവ്. ഒരിക്കലും ഇപ്പോൾ OnePlus 8 എടുത്തു കഴിഞ്ഞാൽ OnePlus 8ൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അത്രയൊന്നുമില്ല, വളരെ ലൈറ്റായിട്ട് എന്നാൽ നല്ല രീതിക്ക് അവർ കർവ് മാനേജ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഞ്ചോൾ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 10T അല്ലെങ്കിൽ 10R ഉള്ള സെയിം പഞ്ചോൾ ക്യാമറ തന്നെയാണ്. ഒരു തരത്തിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ഇനി ഡിസ്പ്ലേയുടെ കാര്യം വരുന്ന സമയത്ത് 6.74 ഇഞ്ചിന്റെ ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 ബില്യൺ കളേഴ്സ് ആണ് അതിനകത്തുള്ളത്. ഡിസ്പ്ലേ അടിപൊളിയായിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ OnePlus ഫോണിലും നമ്മൾ കാണുന്നത് പോലത്തെ ഡിസ്പ്ലേ മികവ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ആസ്ഫാൾട്ട് ഗെയിം കളിച്ച സമയത്ത് ഈ കാറിൻ്റെ ചുറ്റുമായിട്ട് ഔട്ട്ലൈനിൽ ഒരു വെള്ള ലൈൻ പോലെ കാണുന്നുണ്ട്. അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഡിസ്പ്ലേയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഫീൽ ചെയ്തത്. അത് ചിലപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഒപ്റ്റിമൈസേഷനിലുള്ള ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിംഗ് പവറിനുള്ള ഇഷ്യൂ ആയിരിക്കാം. പക്ഷേ അറിയാലോ, നമ്മുടെ 11Rൻ്റെ അകത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രോസസ്സറിന് എങ്ങനെ പോയാലും ആസ്ഫാൾട്ടൊക്കെ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താണ് ഇഷ്യൂ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഒരു തരത്തിലും ടച്ച് ലാഗോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസീവ് അല്ലാതെ വരുന്നൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഓവറോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇതിനകത്ത് 12 GB റാമും അതുപോലെ തന്നെ 256 GB ഇന്റർണൽ സ്റ്റോറേജാണ് വരുന്നത്. ഒരു ലാഗും ഇല്ല. ഇതിനകത്ത് ഞാൻ ഒരുപാട് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്, ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. 0 ലാഗാണ്. കംഫർട്ടിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്തായാലും അടിപൊളിയാണ്. ക്യാമറ നോക്കുന്ന സമയത്ത് നമ്മുടെ 50 മെഗാ ഒരു സോണി IMX 890 സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അൾട്രാവൈഡ് നോക്കിക്കഴിഞ്ഞാൽ 8 മെഗാ പിക്സലും മാക്രോ ഒരു 2 മെഗാ പിക്സലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സെൽഫി നോക്കിക്കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ഷൂട്ടറാണ്. ഇനി വീഡിയോ നമുക്ക് 60 FPS-ലും 30 FPS-ലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂവിങ് ഷോട്ടിൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഓവറോൾ ക്യാമറ നോക്കുന്ന സമയത്ത് OnePlus 11Rൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയുടെ ഫൂട്ടേജാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാം. ഞാനിപ്പോൾ ചല്ലിയിൽ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ തന്നെ തീരുമാനിക്കാം എത്രത്തോളം കൊള്ളാം ഇതിൻ്റെ വീഡിയോ എന്നുള്ളത്. അതുമാത്രമല്ല, ഞാൻ എടുത്തിട്ടുള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ ആസ് യൂഷ്വൽ നമ്മൾ ഡ്രൈവിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ എടുത്ത് നോക്കാവുന്നതാണ്. എങ്ങനെയാണ് ഡൈനാമിക് റേഞ്ച് കാര്യങ്ങളെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് എനിക്ക് പറയണമെന്ന് തോന്നിയതാണ്. ഈ ഫുഡ് കഴിക്കുന്നത് പോലെയാണ് ഈ ക്യാമറ എന്ന് പറയുന്നത്. ചിലർക്ക് ക്യാമറ ഇഷ്ടപ്പെടുന്നത് അവരുടെ പേഴ്സണൽ സിഗ്നേച്ചർ സാധനം വെച്ചിട്ടാണ്. മനസ്സിലായോ? എനിക്ക് ചിലപ്പോൾ സൂപ്പർ സ്പൈസി ആയിട്ടുള്ള ഫുഡായിരിക്കാം ഇഷ്ടം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്നെസ് ഉള്ളതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കുന്നതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് പുളി കൂടി നിൽക്കുന്നതായിരിക്കാം ഇഷ്ടം. അതേപോലെയാണ് ക്യാമറ അല്ലെങ്കിൽ ഫോട്ടോ എന്ന് പറയുന്നത്. പല ഫോണുകളും പല രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഐഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാം ഫീൽ കൂടുതലായിരിക്കും. ഇപ്പോൾ സാംസങ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂൾ മോഡൽ ആയിരിക്കും. അതുപോലെ തന്നെ OnePlus നോക്കിക്കഴിഞ്ഞാൽ കളേഴ്സൊക്കെ കുറച്ച് പഞ്ചിൻ്റായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ ഡ്രൈവിൻ്റെ അകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു നിരൂപണം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. ഞാനത് റീസെൻ്റ്ലി മാറ്റിയതാണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം, പക്ഷേ നിങ്ങളടുത്ത് അടിച്ചേൽപ്പിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ അഭിപ്രായം വൈസ് ലാസ്റ്റ് നമ്മൾ OnePlus 10T 10R കണ്ടതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ക്യാമറയിലുണ്ട്. ഭയങ്കര ഡീറ്റെയിൽസ് കൂടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വൈറ്റ് ബാലൻസ് എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് ഡൈനാമിക് റേഞ്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ OnePlus 11 സീരീസ് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു. സെൽഫിയുടെ കാര്യം ആസ് യൂഷ്വൽ പഴയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് തിങ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് കിട്ടും. ഫോൺ ജസ്റ്റ് കണക്ട് ചെയ്യുക. നിങ്ങളൊന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോകണം,
അതിനായിട്ട് നിങ്ങൾക്കൊന്ന് കുളിച്ച് റെഡി ആവണമല്ലോ. ജസ്റ്റ് ഫോൺ കണക്ട് ചെയ്തിടുക, കുളിച്ച് റെഡി ആവുക, ഫോൺ ഫുൾ ചാർജ്. അത്രത്തോളം ഈസി ടു യൂസ് ആണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം. ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു വാസ്തവം. എന്താ പറയട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം ഒരുപാട് ബാറ്ററി ബാക്കപ്പ് കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ഡേ എങ്ങനെ പോയാലും നല്ല രീതിക്ക് നമ്മുടെ ഫോൺ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഇൻറ്റൻസീവായിട്ടുള്ള ഗെയിമിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ലപോലെ ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും. ഗെയിം കളിക്കാതെ ആസ് യൂഷ്വൽ ഇൻസ്റ്റഗ്രാം, ഫോട്ടോസ്, വീഡിയോ, വാട്സാപ്പ് ഇതെല്ലാം നിരന്തരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി ഈ ഒരു ഫോണിൻ്റെ കുറച്ച് പ്രോസും കോൺസും നമുക്ക് നോക്കാം. ഇത് കണക്കാക്കിയായിരിക്കണം നിങ്ങൾ ഫോൺ പോയി വാങ്ങേണ്ടത് കേട്ടോ. അതായത് പ്രോസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ഉണ്ട്. എടുത്ത് പറയേണ്ടത് സൂപ്പർ ഗുഡ് പെർഫോമൻസ്. അത് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലായാലും ഓവറോൾ ആയാലും ലൈറ്റ് ആയിട്ടുള്ള ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്തായാലും റാം മാനേജ്മെൻറ്റ് ആയാലും റാമിൻ്റെ കുറച്ച് മികവുകളായാലും ആപ്പ് ഓപ്പണിംഗ് ആയാലും എല്ലാം സ്വീറ്റ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങളിനി കുറച്ച് കൂടുതൽ നേരം ഗെയിം കളിച്ചാൽ തന്നെ ജസ്റ്റ് ഒന്ന് വാമാവും എന്നുള്ളതല്ലാതെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും പറയുന്നതില്ല. ലൈക്ക് നമ്മൾ 11T 10R വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. 10 Pro ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഗെയിം കളിച്ചാൽ തിളയ്ക്കുമായിരുന്നു. ഇതിൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടോൺ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല സൗണ്ടും ഉണ്ട്. ആവശ്യമില്ലാത്ത വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇതിനകത്തൊരു IR ബ്ലാസ്റ്റർ OnePlus കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിവിയുടെ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ എടുത്ത് കളഞ്ഞ ടോഗിൾ ബട്ടൺ, സൈലൻറ്റ് ടോഗിൾ ബട്ടൺ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഹാൻഡിയാണ്, ശരിക്കും ഭയങ്കര ഹാൻഡിയാണ്. ഇനി 40K ബഡ്ജറ്റിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് OnePlus 11R. ഡെഫിനറ്റ്ലി ഡുവൽ സിം 5G ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഒരു എന്താ പറയട്ടെ, ബെസ്റ്റ്. ഇനി കോൺസിലേക്ക് വരാം. അതായത് പോരായ്മകൾ എന്തായാലും പറയണമല്ലോ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് കാണിക്കത്തില്ല. അതായത് ഫിംഗർ പ്രിൻറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഈ ഫോൺ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിൻറ്റ് കാണിക്കും. ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ കണ്ടോ, ഫിംഗർ പ്രിൻറ്റിൻ്റെ ഭാഗം കാണിക്കും. അത് ഇതിൻ്റെ അകത്ത് ചില സമയം മിസ്സാവുന്നുണ്ട്, കാണാതെയാവും. രണ്ടാമത്തത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒരുപാട് താഴെ ആയതുപോലെ ഫീൽ ചെയ്യുന്നു. അതായത് നമ്മുടെ ഓപ്പോ Reno 8ൻ്റെ അകത്തും OnePlus 11Rൻ്റെ അകത്തും സെയിം ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു നമ്മുടെ കൈ ഇങ്ങനെ എത്തി ഇവിടെ വരണം. അത് ചെറിയ വിരലുകളുള്ളവരാണെന്നുണ്ടെങ്കിൽ സീന. ഒരിക്കലും ഇതൊരു വൺ ഹാൻഡ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഫോണല്ല, ഒരു കൈ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഫോണല്ല. പറയാം, ഒരു കൈ വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത്ര വലിയ വിരലുകളും കൈകളും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്ക്രാച്ച് വരാൻ ഭയങ്കര ചാൻസാണ്. അതായത് നിങ്ങളൊരു ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ് ആദ്യം തട്ടുന്നത്. ക്യാമറ ഭാഗം സീനാണ്, ഡെഫിനറ്റ്ലി സീനാണ്. ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഡിവൈസ് തന്നെയാണ്. 40K ബഡ്ജറ്റിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രീമിയം ഫീൽ കൊണ്ടുവരുന്നുണ്ട്. 40K ബഡ്ജറ്റിലുള്ള മറ്റ് പല ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം വേറിട്ട് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് ഡെഫിനറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്, ഞാൻ ഒരിക്കലും അടിച്ചേൽപ്പിച്ച് തരില്ല. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ, അത് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് OnePlus 11 ആണോ 11R ആണോ ബെറ്റർ ചോയ്സ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക വിത്ത് യുവർ കാരണം. അതായത് നിങ്ങൾക്കൊരു കാരണം കാണുമല്ലോ, ഇപ്പം OnePlus 11 ആണ് ബെറ്റർ എങ്കിൽ അതിനൊരു കാരണം കാണും. എന്താണെന്ന് വെച്ചാൽ പറയാം, ഒരുപാട് ഹെൽപ്ഫുൾ ആവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. ലവ് യു.